വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആക്ച്വലി ആന്റി ഐ എം റിയലി സോറി. ഞാന് ഇന്ന് മെസ്സേജ് ഉള്ള കാര്യം മറന്നുപോയി. ഇന്നത്തെ എല്ലാം എന്താ പറയാ, ഇവിടുത്തെ ഒരു ഓഫീസ് വർക്കിലൊക്കെ ഞാൻ ബിസി ആയിരുന്നു. എന്നെ ജസ്റ്റ് വിളിച്ചപ്പോ പ്രാർത്ഥനയ്ക്ക് ജോയിൻ ചെയ്യാനാണെന്ന് മാത്രമേ ഞാൻ ഓർത്തുള്ളൂ. ഒരു മെസ്സേജ് ഒന്നും ഞാൻ പ്രിപ്പയർ ചെയ്തില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് എന്നിൽ കൂടെ ഇന്ന് സംസാരിക്കുമെന്ന്. കർത്താവ് നമ്മളെ അവിടെ ഇവിടെ ഒക്കെ സൂക്ഷിക്കുന്നല്ലോ. കർത്താവ് നമ്മളെ ബലപ്പെടുത്തുന്നല്ലോ. ഞാന് ഈ ദിവസങ്ങളൊക്കെ ദൈവസന്നിധിയില് വളരെയധികം ഒരു ഒരുക്കത്തിന്റെ നാളുകളിൽ കൂടെ കർത്താവിനെ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ ദൈവമക്കൾക്ക് അറിവുള്ള കാര്യമാണല്ലോ. ഞാൻ കടന്നുപോയ കഷ്ടതയുടെ മധ്യത്തിലും പ്രയാസങ്ങളുടെ മധ്യത്തിലും ഒക്കെ എന്നെ നിലനിർത്തിയത് കർത്താവിന്റെ സ്നേഹമാണ്, കർത്താവിന്റെ വചനമാണ്. ഞാൻ പലപ്പോഴും ഈ ദിവസങ്ങളിലൊക്കെ ദൈവസന്നിധി ഇരിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ കർത്താവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം, കർത്താവെ, എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രയാസങ്ങളും ഭാരങ്ങളും ഒക്കെ അടിക്കടി കടന്നു വന്നത്? ഒരു കുറെ നാളുകളൊക്കെ ഒരു രോഗാവസ്ഥയിൽ കൂടെ എല്ലാം കടന്നുപോയി. അപ്പോൾ ഞാൻ ചിന്തിച്ചു, എന്റെ ജീവിതത്തിന്റെ കഷ്ടങ്ങളൊക്കെ തീർന്നു, ഇനിയിപ്പം ഒരു നല്ല അവസ്ഥയാണെന്ന് ഞാൻ ചിന്തിച്ചു. ഞാൻ കർത്താവിന്റെ വേലയിലായിരുന്ന ആ കാലഘട്ടത്തിലും ഒത്തിരി കർത്താവിന്റെ വേലയോടനുബന്ധിച്ചുള്ള കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിൽ അനുഭവിച്ചു. എന്നാൽ അവിടെ ഒക്കെ എനിക്കൊരു പ്രതീക്ഷ, ഞാൻ ചിന്തിച്ചത് കർത്താവിന്റെ വാഗ്ദത്തങ്ങൾ എന്റെ മേലുള്ളത് ഒരു ഒരു നന്മയുടെ കാലം, ഒരു സന്തോഷത്തിന്റെ കാലം വെച്ചിട്ടുണ്ട് ഞാൻ വിശ്വസിച്ചു. അങ്ങനെ ഓരോ കഷ്ടങ്ങൾ അനുഭവിക്കുമ്പോഴും ഞാൻ ചിന്തിക്കുന്നു, ഇത് ഞാൻ കരുതി. എന്നാൽ എന്റെ ജീവിതത്തിൽ ഉണ്ടായ വേദനകൾ അതിഭയങ്കര നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ഇന്നിപ്പോ നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ അന്നേരത്തെ മാത്രം ഒരു നമ്മുടെ പ്രാർത്ഥനകൾക്കൊക്കെ മറുപടി ലഭിച്ച് നമ്മൾ അങ്ങ് പോവുകയാണ്. നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നടന്നു കിട്ടിയാൽ മതി. എന്നാൽ ഈ ദിവസങ്ങളിൽ ദൈവജനമേ, നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിന്റെ ഒരു അവസ്ഥയാണ്. ഇപ്പം എന്നെ കർത്താവ് എന്തുകൊണ്ട് ഈ കഷ്ടത്തിൽ കൂടെ ഒക്കെ വേർതിരിച്ചു? ഈ ദിവസങ്ങളിൽ, അല്ലെങ്കിൽ ഞാൻ നാട്ടിൽ കടന്നു വന്നതിന് ശേഷം ഞാൻ തീർച്ചയായും ഒരു ഏകാന്തമായ ഒരു അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഈ ഒറ്റയ്ക്കുള്ള ഒരു യാത്രയിൽ ഞാൻ പലപ്പോഴും ചിന്തിക്കും, കർത്താവെ, നീ എന്തിനാണ് എന്നെ ഒറ്റയ്ക്കാക്കിയത്? എന്റെ ജീവിതത്തിൽ കഷ്ടങ്ങളൊക്കെ എന്തിനാണ് ഇത്രയും ജീവിതത്തിൽ കഷ്ടങ്ങളെല്ലാം എന്റെ ജീവിതത്തിൽ വന്നത്? ഞാൻ വിശ്വാസത്തിൽ പതറിപ്പോകുമായിരുന്ന സാഹചര്യങ്ങളൊക്കെ എന്റെ ജീവിതത്തിൽ വന്നു. എന്നാൽ കൂടുതൽ സമയം ദൈവസന്നിധി ഇരിപ്പാൻ, പ്രാർത്ഥിപ്പാൻ കർത്താവ് എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ ഞാൻ ഇവിടെ ആയിരിക്കുമ്പോൾ ഒത്തിരി പ്രാർത്ഥിക്കാനും ഒത്തിരി സഹോദരിമാരുമായിട്ട് ഒരുമിച്ച് കാണുവാനും പ്രാർത്ഥിക്കാനും ഒരു പ്രത്യേക അനുഭവത്തിൽ കൂടെ ഒക്കെ കർത്താവ് എന്നെ നടത്തുന്നു. ഒരു പക്ഷെ ഞാൻ എന്റെ ആ കുടുംബ ജീവിതത്തിന്റെ അവസ്ഥയിലായിരിക്കുമ്പോൾ ഒരിക്കലും കർത്താവിന് വേണ്ടി ഇത്രയും പ്രയോജനപ്പെടുവാനായിട്ട് കഴിയില്ലായിരുന്നു. നാം ഈ നാളുകളിലൊക്കെ നമുക്കൊരു സുവിശേഷ ആത്മാവിന്റെ വളരെ ആവശ്യമുണ്ട്. ഇന്നിപ്പം ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആരാധന ഇന്ന് നമ്മൾ അനുഭവിക്കുകയുണ്ടായി. ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ എനിക്ക് വളരെ ഒരു ആത്മ സാന്നിധ്യം, കർത്താവിന്റെ സാന്നിധ്യം ഇവിടെ ഇരുന്ന് ഞാൻ അനുഭവിക്കുകയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആരാധനയ്ക്കിടയില് നമ്മൾ ഒരുമിച്ച് നമ്മുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു ആഹ്വാനം സഹോദരി പറയുകയുണ്ടായി. അപ്പോ ഈ നാളുകളിൽ ഏറ്റവും കൂടുതൽ നമുക്കിനി കുറച്ച് സമയമേ ഉള്ളൂ. നമ്മുടെ മുന്നിൽ വളരെ കുറച്ച് സമയമേ ഉള്ളൂ. ലഭിക്കുന്ന സമയം എത്രമാത്രം പ്രാർത്ഥിക്കാൻ സാധിക്കുമോ, എത്രമാത്രം കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുവാൻ സാധിക്കുമോ അത്രയും ചെയ്യണം. നിയമങ്ങളൊക്കെ കഠിനമായി കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് വടക്കേന്ത്യയിലൊക്കെ അറിയുവാനായിട്ട് കഴിയുന്നത്, അവരൊക്കെ വളരെ, എന്റെ പല സുഹൃത്തുക്കളും വിളിക്കുമ്പോൾ അവർ പറയും, ഞങ്ങളൊക്കെ വളരെ ഭയത്തോടെയാണ് ദൈവത്തെ ആരാധിക്കുന്നത്. എപ്പോൾ ആര് കടന്നു വരുമെന്ന് അറിയത്തില്ല, എപ്പോൾ ഞങ്ങൾക്ക് ഈ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല. നമുക്ക് കർത്താവ് ധാരാളം സ്വതന്ത്രമായ സമയം നമ്മുടെ മുന്നിൽ തന്നിരുന്നു. ഞാൻ എന്റെ വ്യക്തിപരമായ കാര്യമാണ് പറയുന്നത്.
ഞാൻ പലപ്പോഴും ഇന്ന് ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ഞാൻ ചിന്തിക്കും, കർത്താവ് എനിക്ക് തന്ന സമയം ഞാൻ നന്നായി ഉപയോഗിച്ചു. എനിക്ക് എത്രമാത്രം ഉപയോഗിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വടക്കിന്ത്യയിലായിരുന്ന സമയത്ത് എത്രമാത്രം എനിക്ക് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്കുള്ള സമയങ്ങളൊക്കെ ഞാൻ മാറ്റി വെച്ച് അത് കഴിഞ്ഞിട്ട് എനിക്ക് ലഭിക്കുന്ന സമയമാണ് പലപ്പോഴും എനിക്ക് കർത്താവിന്റെ സ്ഥലത്ത് ഇരിക്കാനും പ്രാർത്ഥിക്കാനും കഴിഞ്ഞിട്ടുള്ളൂ. അതുപോലെ തന്നെ കർത്താവിന്റെ വേലയിൽ കുറച്ചുകൂടെ ഒക്കെ പ്രവർത്തിക്കാമായിരുന്നു, അധ്വാനിക്കാമായിരുന്നു. ഇപ്പോൾ ഞാൻ കർത്താവിന്റെ സ്ഥാനത്തിൽ ഇരിക്കുമ്പോൾ ഞാൻ ചിന്തിക്കും, ദൈവമേ, എനിക്ക് ലഭിച്ച സമയങ്ങൾ എനിക്ക് കുറച്ചുകൂടെ ഒക്കെ പ്രയോജനപ്പെടാമായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവന്റെ കൂടെ എനിക്ക് കുറച്ചുകൂടെ ഒക്കെ അധ്വാനിക്കാമായിരുന്നു. എന്റെ പല സുഹൃത്തുക്കളും വിളിക്കുമ്പോൾ, അല്ലെ ഞാൻ ആയിരുന്ന സ്ഥലത്ത് നിന്ന് ഫിറോസ്പൂരിൽ നിന്ന് പല ഞങ്ങളുടെ അവിടെ ഉള്ള വിശ്വാസികൾ വിളിക്കുമ്പോൾ അവരെന്നോട് പറയും, സിസ്റ്റർ കടന്നു വരാൻ പറ്റുമോ, പ്രവർത്തിക്കാൻ പറ്റുമോ, ഞങ്ങൾക്ക് അവിടെ ആത്മീയമായ കൈത്താങ്ങൽ നൽകുവാൻ പറ്റുമോ? എന്നാൽ ഇന്ന് ഞാൻ ഇവിടെ ഇരുന്ന് വടക്കേണ്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവിടെയുള്ള ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ സുശേഷീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് എനിക്ക് നാളെ ഒരു അവസരം തരുമോ എന്ന് എനിക്കറിയത്തില്ല, എങ്കിലും വളരെ ഹൃദയത്തോടെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ ആയിരിക്കുന്ന വളരെ ഇന്ന് സംസാരിച്ചപ്പോൾ വന്നൊരു വാക്കാണ് കംഫോർട്ട് സോൺ എന്നുള്ളത്. നമ്മൾ ആയിരിക്കുന്ന ഒരു അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കിയേ. കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചു, നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിച്ചു, നമ്മുടെ തലമുറകളെ അനുഗ്രഹിച്ചു. ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ ദൈവസഭയുടെ മധ്യ വരുമ്പോ, ദൈവമക്കളുടെ മധ്യ വരുമ്പോ ഞാൻ എന്റെ പച്ചയായ ജീവിതത്തിൽ നിന്ന് സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം എന്റെ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ എന്റെ ഗ്രാൻഡ് പാരന്റ്സിന്റെ അല്ലെങ്കിൽ എനിക്ക് വേണ്ടി കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു മാതാക്കളുടെയും പിതാക്കളുടെയും അവരുടെ കണ്ണുനീരിന്റെ ഫലമായിട്ടാണ് ഞാൻ ഇന്ന് വിശ്വാസത്തിൽ നിൽക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് മാതൃകയായിട്ട് അനേകം മാതാക്കളെയും പിതാക്കളെയും ഒക്കെ ഞാൻ വളർന്നു വന്ന സാഹചര്യത്തിൽ കാണുവാനായിട്ട് ഇടയായിട്ടുണ്ട്. എന്നാൽ നാം ഇന്ന് നമ്മുടെ തലമുറയോ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എത്ര പേർക്ക് ഈ വിശ്വാസം നിൽക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്? അത് നമ്മളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം. തീർച്ചയായിട്ടും നമ്മുടെ തലമുറയ്ക്ക് വിശ്വാസം നിൽക്കുവാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ, അവര് വിശ്വാസത്യാഗികളായി തീരുന്നുണ്ടെങ്കിൽ അതിന്റെ ഒന്നാമത്തെ കാരണം നമ്മളുടെ തന്നെ കുറവുകളാണ്. നാം ദൈവസന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥനയുടെ കുറവുകളാണ്. നാം ഈ നാളുകളിൽ എന്ത് ചെയ്യണം? ദൈവസന്നിധിയിലേക്ക് കടന്നു വരണം, പ്രാർത്ഥിക്കണം. എസ്തേറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, മൊർദെഖായിയെ കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ, എസ്തേർ ഒരു സാധാരണ ഒരു പെൺകുട്ടിയായിരുന്നു. ആ ഒരു രാജ്ഞി സ്ഥാനത്തിലേക്ക് വരുവാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു യോഗ്യതയും ഉണ്ടായിരുന്ന ഒരു സഹോദരി ആയിരുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് എസ്തേർ ആ രാജ്ഞി പദത്തിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ ആ രാജ്ഞി പദത്തിലായിരിക്കുമ്പോൾ പോലും എന്താണ് തനിക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു സുഖലോലുപതയിൽ തനിക്ക് ആയിരിക്കാമായിരുന്നു. എന്നാൽ ദൈവത്തിന് അവളെ കുറിച്ചുള്ള ഉദ്ദേശം അതായിരുന്നില്ല. ദൈവത്തിന്റെ ഉദ്ദേശം തന്റെ ജനത്തിനു വേണ്ടി സംസാരിക്കുവാനായിട്ട്, ദൈവജനത്തിന് വേണ്ടി ഒരു പ്രതിനിധിയായിട്ടാണ് എസ്തേറിനെ ദൈവം ആ രാജ്യസ്ഥാനത്തിലേക്ക്, ഒരു റാണി സ്ഥാനത്തിലേക്ക്, ഒരു രാജ്ഞി സ്ഥാനത്തിലേക്ക്, ഒരു അധികാര പദവിയിലേക്ക് കൊണ്ടുവന്നത്. അപ്പൊ ദൈവം നമ്മളെ ഏതൊരു സ്ഥാനത്താക്കിയാലും, അത് കുടുംബത്തായാലും, അത് സമൂഹത്തിൽ ഒരു ജോലിയിലായിരുന്നാലും, എവിടെയാണെങ്കിലും, സഭയിലാണെങ്കിലും, എവിടാണെങ്കിലും ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നതിന്റെ പിന്നിൽ ഒരു പദ്ധതിയുണ്ട്. ദൈവത്തിന്റെ പദ്ധതി അത് എപ്പോഴും ദൈവജനത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടിയാണ്. ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന ഒരു ദൂതും ആലോചന ഇത്ര മാത്രമേ ഉള്ളൂ. ക്രിസ്റ്റിക്ക് എത്രമാത്രം കർത്താവിന് വേണ്ടി നിൽക്കാൻ കഴിയുന്നു അത് നിന്നോണം. എന്തോരം പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിച്ചോണം. എന്തോരം സുവിശേഷം പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞോണം. ആ ഒരു ആലോചനയാണ് ഞാൻ ഈ ദിവസങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്റെ അപ്പന്റെ സന്നിധിയിൽ എന്റെ ഹൃദയത്തെ പകരുമ്പോൾ കർത്താവ് എന്നോട് സംസാരിക്കുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നീ ഇനി ഈ ലോകത്തിലേക്ക് നോക്കേണ്ട കാര്യമില്ല. ഇനി നിന്റെ മുന്നിൽ കുറച്ച് സമയമേ ഉള്ളൂ. നിന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ ആയിരിക്കുന്ന ഞാൻ ഒരിക്കലും പ്രാർത്ഥനയ്ക്ക് എഗ്നിസ്റ്റ് ആയിട്ട് പറയല്ല, നമ്മുടെ വിശ്വാസം ക്ഷയിച്ചു പോകാൻ ഞാൻ പറയല്ല. അല്ല ദൈവമക്കളെ, ഞാന് നോർത്ത് ഇന്ത്യയില്, വടക്കേ ഇന്ത്യയില്
കഴിഞ്ഞ 20 വർഷം സുവിശേഷ വേലയിലായിരുന്ന ഒരു മിഷണറി വൈഫാണ്, ഒരു മിഷണറിയാണ്. എനിക്കറിയാം അവിടെ ഞങ്ങൾ കടന്നുപോയ പ്രതികൂലങ്ങളും പ്രയാസങ്ങളൊക്കെ എന്തായിരുന്നു എന്നുള്ളത്. എത്രമാത്രം തീക്ഷ്ണമായ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ആ പ്രതികൂലങ്ങളെ നേരിടാനായിട്ട് സാധിക്കത്തുള്ളൂ. പൗലോസ് പറയുന്നത് പോലെ കഷ്ടത, നഗ്നത, പട്ടിണി, ഇത് എന്ത് വന്നാലും കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ ആര് വേർതിരിക്കാൻ കഴിയും? ആ വിശ്വാസത്തോടെയാണ് ഓരോ സുവിശേഷകരും വടക്കേന്ത്യയുടെ ഓരോ സ്ഥലത്തും സഞ്ചരിക്കുകയും പോയി താമസിക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ നിയമങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ നിയമങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. എത്രയോ ദേവദാസന്മാര് ജയിലറയ്ക്കകത്ത് ആയിരിക്കുകയാണ്. എത്രയോ കുടുംബങ്ങൾ, എത്രയോ യു പി എന്നൊക്കെയുള്ള ഞങ്ങൾക്ക് പ്രയർ റിക്വസ്റ്റുകൾ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ഓൾമോസ്റ്റ് ചർച്ചുകൾ, അവിടെയുള്ള അവിടുന്ന് സ്റ്റുഡൻസ് ഇവിടെ പഠിക്കുന്നുണ്ട്. അവരൊക്കെ പറയുന്നെന്ന് പറഞ്ഞാൽ അവരുടെ ചർച്ചുകളൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. രഹസ്യമായിട്ടാണ് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും വിധത്തിൽ ആരെങ്കിലും അവരെ കുറിച്ച് ഒരു ഇൻഫോർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു കേസ് ചാർജ് ചെയ്താൽ എങ്ങനെയാണ് പോലീസുകാർ വരുന്നത്, എങ്ങനെ ഒരു കള്ളനെ പിടിച്ചോണ്ട് പോകുന്ന പോലെ പിടിച്ചോണ്ട് പോവുകയാണ്. ഛത്തീസ്ഗഡില്, ഒറീസയിൽ, ഇവിടെ ഒക്കെ എന്താ ദേവദാസന്മാരെ അവര് സുവിശേഷ നിമിത്തം അവരെ ഉപദ്രവിക്കപ്പെടുകയാണ്. ഒരു പീഡനത്തിൽ കൂടെ പോകും. നമുക്ക് എങ്ങനെ ഇരിക്കാൻ സാധിക്കും? എങ്ങനെ അടങ്ങിയിരിക്കാൻ സാധിക്കും? ഞാൻ ചിന്തിക്കുവാണ്, എന്റെ കർത്താവെ, എന്തുകൊണ്ട് ഇന്ത്യയെ നമുക്ക് നേടുവാനായിട്ട് കഴിഞ്ഞില്ല? ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ കർത്താവിനോട് പറയും, കർത്താവെ, ഈ ഭാരതത്തിന്റെ ഒരു ഉണർവിന്റെ ഭാഗമാക്കി എന്നെ തീർക്കണമേ. ഭാരത സുശീകരണത്തിന്റെ ഒരു ഭാഗമാക്കി തീർക്കണേ. നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. ഇന്ന് ഈ വൈകുന്നേര സമയത്ത് ഈ ഒരു ടൈമിൽ വർഷിപ്പ് ലീഡ് ചെയ്തപ്പോ പ്രിയ സിസ്റ്റർ പറഞ്ഞതുപോലെ ക്രിസ്റ്റിയെ മാത്രമല്ല, സൂസനാന്റിയെ മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന ഓരോ സഹോദരിമാരെ കർത്താവിന് ഉപയോഗിക്കാൻ ആഗ്രഹമുണ്ട്. പ്രിയ മാതാക്കളെ, ഞാൻ ദൈവാത്മാവിന്റെ ശക്തിയോടെ തന്നെയാണ് പറയുന്നത്. ഞാൻ എന്ത് ഭാരത്തോടെയാണ് ഇന്ന് പകൽക്കാലമായിരുന്നത്, ആ ഭാരമാണ് ഞാൻ വിളിച്ചു പറയുന്നത്. നാം ഹല്ലേലൂയ എവിടെ ആയിരിക്കുന്നു അവിടെ നമുക്ക് കർത്താവിനെ സാക്ഷിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ? ഞാന് ഇന്ന് ഇവിടുത്തെ ഈ സെനിയലിന്റെ ഓണർ ആയിരിക്കുന്ന ആന്റിയോട് സംസാരിച്ചപ്പോൾ ആ ആന്റിയുടെ മദർ ഇൻ ലോയെ കുറിച്ച് പറയുണ്ടായി. ആ അമ്മച്ചി ഇവിടെ കടന്നു വരുന്ന, ഇവിടെ പണിക്ക് വരുന്ന സ്ത്രീകളാണെങ്കിലും എവിടെ പുറത്തു പോയാലും ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവർക്ക് സുവിശേഷം പറയാതിരിക്കാൻ പറ്റത്തില്ല. അമ്മച്ചിക്ക് ഒരു ദിവസം ആരോടെങ്കിലും സുവിശേഷം പറഞ്ഞില്ലെങ്കിൽ അന്ന് അമ്മച്ചി ആകെ അപ്സെറ്റ് ആയിരിക്കും. എനിക്കത് കേട്ട് കഴിഞ്ഞപ്പം എനിക്കറിയാം, ഞാൻ ഇങ്ങനെയുള്ള മാതാക്കളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷെ നാം നമ്മിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. നമ്മളിൽ എത്ര മാതാക്കൾക്ക്, നമുക്ക് എത്ര പേർക്ക് അതിന് കഴിയാറുണ്ട്? അതുകൊണ്ട് അവരുടെയൊക്കെ തലമുറ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി വളരെ പ്രയോജനപ്പെടുവാനായിട്ട് ഇടയായി. എന്റെ തലമുറ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണമെങ്കിൽ ഞാൻ ഇന്ന് ആ രീതിയിൽ ദൈവസന്നിധിയിൽ ഇരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഞാൻ പ്രയോജനപ്പെടുന്നത് മാത്രമേ കർത്താവിന് വേണ്ടി നിൽക്കുവാനായിട്ട് ഇടയാകുള്ള കാലഘട്ടം ഒരിക്കലും എളുപ്പമല്ല. ദൈവം നമുക്ക് തന്ന ആ സ്വാതന്ത്ര്യപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഒരു 2000 ഈ BJP ഗവൺമെന്റ് അധികാരത്തിൽ അത് ശക്തികൾ ഇത്രയും ശക്തി ആർജിക്കുന്നതിന് മുന്നേ നമ്മൾ ആരെങ്കിലും കരുതിയോ സുവിശേഷത്തിന് എതിരെ ഇത്ര പ്രയാസങ്ങൾ ഉണ്ടാകുമോ? അല്ലെങ്കിൽ സുവിശേഷം നമുക്ക് സംസാരിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തെ കുറിച്ച് നാം ചിന്തിച്ചിരുന്നോ? ഇന്ന് നമുക്ക് ധൈര്യത്തോടെ സുവിശേഷം പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കൂടെ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുക. ഇനി നമ്മൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നേരെ അല്ലെങ്കിൽ നമുക്കെതിരെ ഒരു കേസ് വരാം, അല്ലെങ്കിൽ നമുക്കെതിരെ ഒരു ഇഷ്യൂ വരാം. കാരണം ആ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഇനിയുള്ള കുറച്ച് ടൈമേ നമ്മുടെ മുന്നിലുള്ളൂ എങ്കിലും അത് എത്രമാത്രം പ്രയോജനകരമായി ഉപയോഗിക്കാൻ പറ്റുമോ അത്രയും ഉപയോഗിക്കണം. ഇപ്പോൾ ബൈബിൾ സ്കൂളുകളിലൊക്കെ ഇവിടെയൊക്കെ ആണെങ്കിലും വളരെ സ്റ്റുഡൻസ് കുറവാണ്. ഒരു കാലഘട്ടത്തില് വടക്കേ ഇന്ത്യയിലെ വേലയ്ക്ക് വേണ്ടി കടന്നു പോകാനായിട്ട് അനേക യുവാക്കന്മാർ തയ്യാറായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്റെ ആ ഒരു 18-19 വയസ്സിലൊക്കെ ധാരാളം പേര് അതിന് തയ്യാറാകുമായിരുന്നു. ഇന്ന് റെയറാണ് ദൈവമക്കളെ. ഞാൻ പറയട്ടെ, ഞാൻ മാതാവായി ഞാൻ എന്റെ കുഞ്ഞിനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിടാൻ
അതിന് തയ്യാറാവും. നമ്മളാണ് അത് നമ്മുടെ കുഞ്ഞുങ്ങളെ നാം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ നമുക്ക്? ആര് പോകും? കർത്താവ് നമ്മളോട് ചോദിക്കുന്ന കാര്യമാണ്. ആരെനിക്ക് വേണ്ടി പോകും? ആരെനിക്ക് വേണ്ടി പോകും? നമ്മൾ ദൈവരാജ്യത്തെ കുറിച്ച് പറയുമ്പോൾ, ദൈവരാജ്യം എന്ന് നാം പറയുമ്പോൾ, ഈ ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി എത്രമാത്രം നമ്മുടെ തലമുറയെ നമുക്ക് വാർത്തെടുക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിന്തകളൊക്കെ മാറിപ്പോയി. കാരണം ഞാൻ ചിന്തിക്കുവാണ്, ഇന്ന് ഞങ്ങൾ സഹോദരന്മാർ കൂടി ഇരുന്നപ്പോ ഞങ്ങൾ സംസാരിച്ച ഒരു കാര്യമാണ്, ഒരു ജനറേഷൻ കർത്താവിന് വേണ്ടി വില കൊടുത്തു, ഒരു ജനറേഷൻ കർത്താവിന് വേണ്ടി ത്യാഗം ചെയ്തു. അതുകൊണ്ടാണ് ഇപ്പം അവരുടെ അടുത്ത ജനറേഷൻ, ഈ ഒരു തലമുറ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ഇടയാവുന്നത്. നാം എത്രമാത്രം കർത്താവിന് വേണ്ടി സമർപ്പിക്കുകയും നമ്മുടെ ജീവിതത്തെ ത്യാഗം ചെയ്യുവാൻ തയ്യാറായെങ്കിൽ മാത്രമേ അടുത്തൊരു ജനറേഷനും ആ ഒരു ഉണർവുണ്ടാവത്തുള്ളൂ. ഉണർവെന്ന് നാം പറയുമ്പോൾ, ഉണർവ് നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ ഉണ്ടാകണം. എന്റെ കർത്താവിന് വേണ്ടി എനിക്ക് നിൽക്കണം. എന്റെ കർത്താവിനെ എനിക്ക് സാക്ഷിക്കണം. ഞാൻ പ്രാപിച്ച രക്ഷ, ഈ രക്ഷ എന്താണ്? ഇപ്പം ഈ കേരളത്തിന്റെ അവസ്ഥ എന്ത് ഭയാനകരമായ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നതെന്നറിയാമോ? അനേക കുടുംബങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്, തലമുറകൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. തലമുറകളൊക്കെ ഒത്തിരി ഡ്രഗ് അഡിക്ട്സിൽ കൂടെ കടന്നു പോകുന്നു. നമുക്ക് എന്തിനേലും കുറവുണ്ടായിട്ടാണോ? ഒരു കാലത്ത് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ പട്ടിണി മരണങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെ പട്ടിണി ഉണ്ടായിരുന്നു, ആഹാരത്തിന് വേണ്ടി ബുദ്ധിമുട്ടിയ ഒരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആ കാലമൊക്കെ മാറി. ദൈവം നമ്മെ അനുഗ്രഹിച്ചു. നമുക്ക് അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നുമില്ല. കർത്താവ് നമ്മളെ വളരെ അനുഗ്രഹിച്ചു. പക്ഷേ നാം ഇപ്പോൾ എന്താണ് മറന്നുപോയി. ദൈവത്തിൽ നമ്മൾ പ്രാപിച്ച ആ നന്മകളിലൊക്കെ നാം കഴിച്ചും കുടിച്ചും ഒക്കെ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന അതല്ല ദൈവമക്കളെ, അതല്ല ആഗ്രഹിക്കുന്നത്. എനിക്ക് അത് വളരെയധികം നല്ല മനസാക്ഷിയോടെ എനിക്ക് പറയാനായിട്ട് സാധിക്കും. നല്ല മനസാക്ഷിയോട് പറയാനായിട്ട് സാധിക്കും. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചാക്കിയിരിക്കുന്നത് അവന്റെ മഹത്വം കണ്ടവരാണ്. നമ്മൾ എത്ര ഭാഗ്യമുള്ളവരാണല്ലേ! ഇത്ര വലിയൊരു ദൈവത്തെ അറിയുക, ഇത്ര വലിയൊരു കർത്താവിനെ അറിയുവാനായിട്ട് കഴിഞ്ഞു. നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കർത്താവ് ഈ ലോകത്തിൽ വന്നെന്ന് നാം വിശ്വസിക്കുകയും കർത്താവിനെ നമ്മുടെ ജീവിതത്തിന്റെ ഉടയവനായി, അല്ലെങ്കിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാമായി രക്ഷകനായി സ്വീകരിച്ച് ദൈവമക്കളായി ജീവിക്കുന്നവരാണ്. ദൈവിക സന്തോഷം അനുഭവിക്കുന്നവരാണ്. അനുദിനവും പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ജീവിക്കുന്നവരാണ്. എന്നാൽ അതിൽ ഒതുങ്ങാതെ വേണം നമുക്ക് എത്രമാത്രം ഈ രക്ഷയുടെ സന്തോഷം വിളിച്ചു പറയാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരാളെ കാണുമ്പോൾ, ഒരു വ്യക്തിയെ കാണുമ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിൽ അവന്റെ ആത്മാവ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സഹോദരി ദൈവത്തെ അറിയാതെ ജീവിക്കുകയാണ്. അവൾ നിത്യ നരകത്തിലേക്ക് പോവുകയാണ്. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉണ്ടെങ്കിലേ, പരിശുദ്ധാത്മാവിന്റെ കൃപകളും വരങ്ങളും ഉണ്ടെങ്കിലേ നമുക്കൊരു വ്യക്തിയെ കാണുമ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിലെ ആത്മാവിന്റെ അത് അറിയാൻ പറ്റത്തുള്ളൂ. അവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഉള്ളിൽ ഒരു ഭാരം ഉണ്ടാവത്തുള്ളൂ. ഇതുണ്ടല്ലോ, ഇങ്ങനെ കുറെ കാലങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ഒരു ജൽപ്പനങ്ങളായി മാറിയിരിക്കുകയാണ്. ഞാൻ പറയട്ടെ, എന്റെ ഹൃദയം നുറുങ്ങണമെങ്കിൽ എന്നെ ദൈവം നുറുക്കി എന്നുള്ളതാണ്. ആ ഹൃദയം നമ്മൾ ആ നുറുങ്ങിയ അവസ്ഥകളിൽ കൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് ഹൃദയ നുറുക്കത്തോടെ ദൈവസന്നിധി കടന്നു വരുവാൻ കഴിയത്തുള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുള്ളൂ. ദൈവത്തിന്റെ സന്നിധി നാം ഹൃദയ നുറുക്കത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. സെഖര്യാവിന്റെ പുസ്തകം അതിന്റെ 10-ാമത്തെ അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്ന, പിന്മഴയുടെ കാലത്തെ യഹോവയോട് മഴയ്ക്ക് അപേക്ഷിപ്പീൻ. ഹല്ലേലൂയ. അതാണ് നമ്മളെ ഉണ്ടല്ലോ, ഇപ്പം ഈ പലപ്പോഴും ദൈവം നമ്മെ സന്ദർശിച്ചു കഴിയുമ്പോൾ ഇത് ഇസ്രായേൽ മക്കളുടെ ഒരു ഡ്രോബാക്ക് ആണ്. ദൈവം സന്ദർശിച്ചു കഴിയുമ്പോഴത്തേക്ക് ഓടി കർത്താവിന്റെ അടുത്തോട്ട് വന്നിട്ട്, കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങൾ തെറ്റിപ്പോയി, ഞങ്ങളോട് കരുണ കാണിക്കണമേ. മഹാദയുള്ള കർത്താവ് അവരെ ചേർത്ത് പിടിക്കും. അവർ വഴികളെ ഒരുക്കി കൊടുക്കും. എന്നാൽ
പുതിയ നിയമ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും, രക്ഷയുടെ സന്തോഷം അനുഭവിച്ച നമ്മൾ ഓരോരുത്തരും, ശിഷ്യത്വത്തിന്റെ ആത്മാവ് ലഭിച്ച ഓരോരുത്തരും ആ കർത്താവിന്റെ കൽപ്പന ഏറ്റെടുത്ത് എത്രമാത്രം നമുക്ക് സത്യസന്ധമായി കർത്താവിന്റെ വേല ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാൻ എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരിമാരോടും വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ നാളുകളിൽ പ്രാർത്ഥിക്കുക. കർത്താവേ, ഒരു സുവിശേഷാത്മാവ് തരണമേ, എനിക്കൊരു ആത്മഭാരം തരണമേ, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങളെ കുറിച്ചുള്ള ആത്മഭാരം നൽകണമേ, എന്റെ കുടുംബത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങളെ കുറിച്ച് എനിക്ക് ഒരു ആത്മഭാരം തരണമേ, സുവിശേഷം പറയാൻ എന്റെ ഉള്ളങ്ങളെ ബലപ്പെടുത്തണമേ കർത്താവേ. ഈ വചനവുമായിട്ട്, ഈ എഴുതപ്പെട്ട വചനവുമായിട്ട് നിൽക്കാനായിട്ട് കൃപ എനിക്ക് നൽകണമേ കർത്താവേ. ഇനി നമ്മുടെ മുന്നിൽ എണ്ണപ്പെട്ട ദിനങ്ങളെ, എണ്ണപ്പെട്ട സമയങ്ങളെ ഉള്ളൂ. അതുകൊണ്ടാണ് നമുക്കൊക്കെ ഇന്ന് തന്നെ നമ്മൾ പ്രാർത്ഥിച്ചപ്പോഴെന്താണ് ഏറ്റവും മെയിൻ ആയിട്ട് പ്രാർത്ഥിച്ചത്? ഇന്ത്യയെ കുറിച്ചാണ്, ഇന്ത്യയുടെ സ്റ്റേറ്റുകളെ കുറിച്ചാണ്. ദൈവമക്കളെ, നിങ്ങൾക്ക് അറിയാമോ, ഇന്നും ഈ നമ്മുടെ ചുറ്റുമുള്ള ലോകം, എനിക്കത് പറയുന്ന ഒരു ധൈര്യക്കുറവില്ല. കാരണം ഞാൻ എന്റെ ജീവനെ കർത്താവിന് വേണ്ടി കൊടുക്കുവാനായിട്ട് അത് ആഗ്രഹിച്ച് ഇറങ്ങി തിരിച്ചവളാണ്. ഈ സത്യദൈവത്തെ അറിയാതെ ഇന്നും അനേകരും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്കറിയില്ല. ഓക്കെ, നമുക്ക് സുവിശേഷം പറയാൻ സാധിക്കുന്നില്ല. ആത്മഭാരത്തോടെ പേർക്ക് ഞാൻ ഇതിന് ആഹ്വാനം ചെയ്യുകയാണ്. ആഴ്ചയിൽ ഒരു ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമോ ഇന്ത്യയുടെ ഉണർവിന് വേണ്ടി? ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റുകളിലും സുവിശേഷം എത്തിച്ചേരുവാനായിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനായിട്ട് കഴിയുമോ? നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന്, നിങ്ങളുടെ മക്കളിൽ നിന്ന് ഒരാളെ സുവിശേഷകരായിട്ട് നിങ്ങൾക്ക് നേരുവാനായിട്ട് കഴിയുമോ? ആദിമ മാതാക്കളെ പോലെ നമ്മൾ ഇങ്ങനെ കൂടി വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് മാത്രം ഞാൻ അതിനെ പ്രാർത്ഥനയെ കുറച്ച് കാണുന്നവളല്ല. ഞാൻ പ്രാർത്ഥിച്ചു എല്ലാം നേടിയവളാണ്. പക്ഷേ ഈ ഭൗതികമായ വിഷയങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നിർത്തിയിട്ട് ദൈവമക്കളെ, ഈ നാളുകളിൽ നിങ്ങൾ ആത്മാക്കൾക്ക് വേണ്ടി കരയണം. ഈ ആഭാരത്തിലേക്ക് നിങ്ങൾ കടന്നു വരണം. നമുക്ക് കർത്താവ് ഒരു കംഫോർട്ട് സോൺ തന്നിരിക്കുകയാണ്. ഇത് പറഞ്ഞില്ലേ, ക്രൈസ്തവ സഭ പീഡനത്തിൽ കൂടെ കടന്നുപോയി മാത്രമേ ഒരു മടങ്ങിവരും ഉണ്ടാവത്തുള്ളൂ ക്രൈസ്തവ സഭയ്ക്ക്. 1-ാം നൂറ്റാണ്ടിലും നോക്കിക്കേ, ക്രൈസ്തവ സഭ വളരെ കംഫോർട്ട് സോണില് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നടന്ന് അപ്പോസ്തലന്മാർ അങ്ങനെ ആയിരിക്കുന്ന ആ ഒരു സഭ സ്ഥാപിക്കപ്പെട്ട് സഭയുടെ ഏറ്റവും മനോഹരമായ ഒരു കാലഘട്ടമാണ് 1-ാം നൂറ്റാണ്ടെന്ന് പറയുന്നത്. എന്നാൽ ആ റോമൻ റോമ ഭരിക്കുന്ന ആ കാലഘട്ടത്തിൽ ആ പീഡനങ്ങളിൽ കൂടെ ദൈവസഭ കടന്നു പോയപ്പോഴാണ് സുവിശേഷവുമായിട്ട് അത് ലോകത്തിന്റെ അറ്റത്തോളം ഈ ശിഷ്യന്മാര് അവിടെ നിന്നൊക്കെ സ്പ്ലിറ്റ് ആയിട്ട് അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് യാത്രയാവുന്നത്. അതുകൊണ്ട് ദൈവസഭ പീഡനത്തിൽ കൂടെ കടന്നു പോകും. എത്ര നാം പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാലും അതൊക്കെ ദൈവവചനത്തിൽ നടക്കാനായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഈ നാളുകളിൽ നമുക്ക് വേണ്ടത് ഒരു ഒരുക്കമാണ്. ഞാൻ ഈ കഴിഞ്ഞ ഒരു 1 വീക്ക് ഞാൻ റൂമിലിരുന്ന് ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ടൈമിൽ മുഴുവനും ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ വിഷയം, നീ പ്രാർത്ഥിക്കേണ്ട ഒറ്റ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ദൈവസഭ ഈ നാളുകളിലേക്ക് മടങ്ങി വരണം. നമ്മുടെ ദർശനം മാറണം. എന്താണ് നമ്മുടെ കാഴ്ചപ്പാട്? എന്താണ് നമ്മുടെ ദർശനം? ഹല്ലേലൂയ. ദൈവസഭയ്ക്കകത്ത് സകല മലിനതയും ഛിദ്രതയും എല്ലാം കയറിക്കൂടിയിരിക്കുകയാണ്. ഈ നാളുകളിൽ നാം ഭാരത്തോടെ പ്രാർത്ഥിക്കണം. നാം കരയണം. നാം മാതാക്കൾ കരയണം. ഈ ദൈവസഭയിലെ ഒരു മൈനോറിറ്റി പീപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സിസ്റ്റേഴ്സ് ആണ്, നമ്മൾ അമ്മമാരാണ്, സഹോദരിമാരാണ്. നാം ആണ് കരയുന്നവര്, നാം ആണ് ഭാരമുള്ളവര്. ഇത് പറയുമ്പോൾ നാം ഒരു പ്രാക്ടിക്കലി നോക്കുമ്പോൾ നമ്മൾ ഒരു സ്റ്റേജിൽ വന്ന് നിൽക്കുന്നില്ലെന്നേ ഉള്ളൂ. എന്നാൽ ഓരോ ഓരോ ക്രിസ്തീയ ഭവനത്തിലും കരയുന്ന ഒരു മാതാവാണ് ആ കുടുംബത്തിന്റെ ഒരു നിലനിൽപ്പ്. ആ കുടുംബത്തിനെ നിലനിർത്തി കൊണ്ടുപോകുന്ന അവിടെ കരയുന്ന ഒരു മാതാവ്, ഒരു സഹോദരിയുടെ കണ്ണുനീരാണ് ആ ഒരു കുടുംബത്തിന്റെ നിലനിൽപ്പ്. അങ്ങനെയാണ് ആ സഭ നിലനിന്ന് പോകുന്നത്. ദേവദാസന്മാരുടെ പ്രവർത്തനത്തോടൊപ്പം തന്നെ ഈ സഹോദരിമാരുടേതായ അവരുടെ കണ്ണുനീരും പ്രാർത്ഥനയും അവരുടെ പ്രവർത്തനവും ഉണ്ട്. ഓരോ കുടുംബത്തിലും ഉണ്ട്. അപ്പൊ നമ്മളൊന്നും ദൈവസന്നിധിയിലേക്ക് വരുമ്പോ നമ്മൾ ആരും കുറഞ്ഞവരല്ല ദൈവമക്കളെ. നാം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ കർത്താവ് ഹല്ലേലൂയ നമ്മളോട് കണക്ക് ചോദിക്കുന്ന നാളില് നമ്മുടെ കരം ബലപ്പെട്ടിരിക്കുമോ? ഞാൻ ഇപ്പോഴും പറയുന്ന കർത്താവേ, എനിക്ക് കർത്താവ് തന്ന 20 വർഷം ഞാൻ വേണ്ട വിധേയനെയും വടക്കേണ്ടിയിൽ പ്രയോജനപ്പെടുത്തിയില്ലല്ലോ. എന്നെ ഇനിയും വിടാമോ കർത്താവേ? അങ്ങനെ
എന്നെ വിടാമോ? എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു തീർത്തില്ല കർത്താവെ. എനിക്ക് നേടാൻ കഴിഞ്ഞില്ല കർത്താവെ എന്നാണ് ഞാൻ ഇപ്പോഴും കരയുന്നത്. നമുക്ക് കിട്ടിയിരിക്കുന്ന അവസ്ഥ, ആ സാഹചര്യത്തിൽ നമുക്ക് എത്രമാത്രം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ കർത്താവിനോടുള്ള സ്നേഹം എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, ആ സ്നേഹം നമ്മുടെ ഉള്ളിൽ വെളിപ്പെട്ട് വരണം. അത് സാക്ഷ്യമായിട്ട് വെളിപ്പെട്ട് വരണം. ആത്മാക്കളെ കുറിച്ചുള്ള ഭാരം. എന്റെ കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് പാപികളെ തേടിയാണ്. കർത്താവിന്റെ അവസാന തുള്ളി രക്തവും ഊറ്റിയത് എന്തിനു വേണ്ടിയാണ്? ഓരോ പാപിക്ക് വേണ്ടിയാണ്. ഓരോ വ്യക്തിയെ വീണ്ടെടുക്കാൻ വേണ്ടിയാണ്. ഇപ്പം ഞങ്ങളൊക്കെ ഈ സെമിനാരിയിലുള്ള ഞങ്ങളുടെ തിയോളജിക്കൽ സ്റ്റഡിയിൽ ഇതെല്ലാം വിഷയങ്ങൾ ഡിസ്കഷനിൽ വരുമ്പോൾ സിൻ കോസസ് എല്ലാ ഈ ലോകത്തിലുള്ള സകല കോംപ്ലിക്കേഷന്റെയും മെയിൻ ആയിട്ടുള്ള വിഷയം പാപമാണ്. ഇപ്പം എന്താണെങ്കിലും പാപത്തിന് പരിഹാരം എന്ന് പറയുന്നത് കർത്താവ് മാത്രമാണ്. അതാണ് പൗലോസ് പറയുന്നത്, കർത്താവിന്റെ ക്രൂശാണ് നാം പ്രസംഗിക്കേണ്ടത്. കർത്താവിന്റെ ക്രൂശിലേക്ക് നാം നോക്കണം. ഈ നാളുകൾ കർത്താവിന്റെ ക്രൂശിനെ നാം ഉയർത്തണം. നമ്മുടെ തലമുറയുടെ മധ്യത്തിൽ ഈ വരുന്ന ജനറേഷനിൽ കർത്താവിന്റെ ക്രൂശിനെ കുറിച്ച് പ്രസംഗിക്കണം. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ നമ്മുടെ ചർച്ചിന്റെ ബൗണ്ടറീസ്, ഈ അതിരുകൾ വിസ്താരപ്പെടുത്തുള്ളൂ. പുതിയ ആത്മാക്കൾ കടന്നു വരികത്തുള്ളൂ. അനേകർ ഈ നാളുകൾ, എനിക്കറിയാം ആത്മഭാരമുള്ള മാതാക്കൾ ഈ സൂം മീറ്റിംഗിലുണ്ട്. പ്രാർത്ഥിക്കുന്ന ആത്മാക്കൾ ഈ സൂം മീറ്റിംഗിലുണ്ട്. കർത്താവെ, എനിക്ക് ഒരവസരം നൽകുന്നുവെങ്കിൽ ഞാൻ കർത്താവിന് വേണ്ടി നിൽക്കാമെന്ന് ഉള്ള ദർശനമുള്ള സഹോദരിമാരുണ്ട്. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു ഈ അന്ത്യകാലത്ത് നമ്മുടെ മുന്നിലുള്ള അല്പസമയത്ത് ഉണർവിന്റെ ഭാഗമാണ് നമ്മൾ ഓരോരുത്തരും. ഈ ആയിരിക്കുന്ന ഓരോരുത്തരും നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് ഐക്യതയോടെ നമുക്ക് കരങ്ങളെ ചേർത്ത് പിടിച്ച്, ഹൃദയങ്ങളെ ചേർത്ത് പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ത്യയുടെ വിടുതലിന് വേണ്ടി, ഈ ഭാരതത്തിന്റെ ഉണർവിന് വേണ്ടി. നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു വാസ്തവം, ഒന്നാം നൂറ്റാണ്ടിൽ എന്ന് പറഞ്ഞ ക്രിസ്ത്യാനിറ്റി ആരംഭിച്ച സമയത്ത് കർത്താവിന്റെ ശിഷ്യന്മാരിൽ ഒരാളായ തോമസ് ലീഗ, അല്ലെങ്കിൽ അപ്പോസ്തലനായ ശിഷ്യനായ തോമസ് ഈ ഏഷ്യയിലേക്ക് കടന്നു വന്ന് കേരളത്തില് ആ ഒന്നാം നൂറ്റാണ്ടിൽ ദൈവസഭ സ്ഥാപിക്കപ്പെട്ടതാണ്. എന്നാൽ ഇത്രയും കാലം നമുക്ക് കിട്ടിയിട്ടും ഇപ്പോഴും നമുക്ക് ഇന്ത്യയെ റഷ്യയിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, ഇന്ത്യയുടെ മതശക്തികൾക്ക് ശക്തി ആർജിച്ചു വരികയാണ്. നാം ഞെരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു ഈച്ചു നോവിന്റെ നാളുകളാണ് ഇപ്പോൾ. നമുക്ക് വേറെ, ഞാൻ വചനത്തെ ഒന്നും ഒത്തിരി പറയാൻ ഇന്ന് എന്നെ എന്താണെന്ന് അറിയത്തില്ല കർത്താവ്, അല്ലെങ്കിൽ ഞാൻ ഇതിരുന്ന് ഒരു വചനമൊക്കെ പ്രിപ്പയർ ചെയ്ത് വരേണ്ടതാ. പക്ഷെ ഈ 1 വീക്ക് മുഴുവനും ഞാനും ഇവിടെ ഞങ്ങള് ഈ സെമിനാരിയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന വിനീത് ആന്റിയും ഞങ്ങൾ രണ്ടുപേരും ഈ 1 വീക്ക് ഞങ്ങളുടെ ഡിസ്കഷൻ മുഴുവനും സുവിശേഷീകരണത്തെ കുറിച്ചായിരുന്നു. ഭാരതത്തിന്റെ ഉണർവിന്റെ ഭാഗമായി തീരുവാനായിട്ട് നമുക്ക് കഴിയുമോ? നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഏത് ദേശത്താണെങ്കിലും, അത് വിദേശത്താണെങ്കിലും, ഗൾഫിലാണെങ്കിലും, UK-ലാണെങ്കിലും, അമേരിക്കയിലാണെങ്കിലും, എവിടൊക്കെയാണെങ്കിലും കർത്താവാണ് അവിടെയൊക്കെ കൊണ്ടുപോയി പറിച്ച് നമ്മളെ നട്ടത്. ആ ദേശത്തിന്റെ ഉണർവിന്റെ ഭാഗമായി തീരാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആ സഭയുടെ ഉണർവിന്റെ ഭാഗമായി തീരാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മളിൽ ആരംഭിക്കണ ഒരു ഉണർവ് നാം പ്രാർത്ഥിക്കുന്നെങ്കിൽ, ഒരു പിന്മഴയ്ക്കായി കർത്താവിനോട് പ്രാർത്ഥിക്കുന്നെങ്കിൽ നമുക്ക് ആവശ്യമാണ്. ഈ ലൂക്ക്വാമായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിന്ന്, ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആരാധിക്കുന്നുണ്ട്. എല്ലാം നമുക്ക് ഈ ഒരു പാൻഡമിക്കിന്റെ, ഒരു കോവിഡ് കാലത്ത് ലോകം കാണാത്ത ഒരു സന്ദർശനത്തിൽ കൂടാണ് കടന്നുപോയത്. ദൈവിക സന്ദർശനത്തിൽ കൂടെ ഈ ലോകം കടന്നുപോയി. അത് തൊടാത്ത ഏത് ഭവനമാ ഉള്ളത്? എന്റെ ഭവനത്തെയും തൊട്ടു. ഞാൻ ആ സമയത്ത് മുതലാണ് ഞാൻ കർത്താവിന്റെ ഒരു എൻകൗണ്ടറിൽ കൂടെ ഞാൻ കടന്നു പോവുകയാണ്. കർത്താവ്, വൈ? എന്തിനാണ് എന്നെ കുലുക്കിയത്? എന്നെ എന്തിനാ തകർത്തത്? നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാം എന്നെ റിയലൈസ് ചെയ്ത കാര്യമാണ്. അതെ, നമ്മൾ ഈ ഭൂമിയിൽ അല്പകാലം മാത്രം, നമ്മൾ പരദേശികളാണ്. നമ്മുടെ ആദ്യ ഭക്തന്മാര്, അപ്പച്ചന്മാരൊക്കെ അമ്മച്ചിമാര് പാടിയതുപോലെ നമ്മളൊരു പരദേശ യാത്രയിലാണ്, മോക്ഷയാത്രയ്ക്കായിട്ടാണ്. നമ്മളൊരു സ്വർഗീയ യാത്രയിലേക്കാണ്. നമുക്ക് ഇവിടെ ഒരു സെറ്റിൽമെന്റ് അല്ല. ഇവിടെ ഒരു ഷെൽട്ടർ ഉണ്ടാക്കി ഇവിടെ കഴിച്ചു കുടിച്ച് കുറെ ചോറും കഴിച്ച് ചപ്പാത്തിയും കഴിച്ച് കുറെ ആഹാരവും കഴിച്ച് ഇറച്ചിയും മീനും കഴിച്ച് കിടന്നുറങ്ങി ഇങ്ങനെ ജീവിക്കാനായിട്ടല്ല ദൈവം നമ്മളെ തെരഞ്ഞെടുത്തത്. നാം ഹല്ലേലൂയ, നാം വിളിക്കപ്പെട്ടവരാണ്. നാം രാജകീയ പുരോഹിതന്മാരാണ്.
നമ്മുടെ നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പ് ഈ നാളുകൾ ഉറപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. നമ്മൾ പാടുമല്ലോ, വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗാമുണർന്നു. അപ്പൊ നമ്മൾ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമാണ്. നമ്മൾ ഉണരേണ്ടത് ആവശ്യമാണ്. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. അവൻ വാതിക്കൽ നിൽക്കുകയാണ്. കർത്താവ് ഇന്ന് വന്നാൽ നമ്മളെല്ലാം പോകാൻ ഒരുക്കത്തോടെ ആയിരിക്കുകയാണ്. എന്നാൽ നാം എത്ര പേര് ഈ രക്ഷയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്? കർത്താവിലേക്ക് എത്ര പേരെ കൊണ്ടുവരാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്? ഈ ദിവസങ്ങളിൽ നമ്മുടെ ഹൃദയത്തിലെ വേദന ഇതായിരിക്കട്ടെ, ആത്മഭാരം ഇതായിരിക്കട്ടെ. നമുക്ക് നമ്മുടെ ചുറ്റുമുള്ളവരെ കുറിച്ച്, നമ്മുടെ ദേശത്തെ കുറിച്ച്, നമ്മുടെ രാജ്യത്തെ കുറിച്ച്, നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ഓരോ സ്ഥലത്തെ കുറിച്ച്, ജോലി സ്ഥലത്ത് ആയിരിക്കുമ്പോൾ എവിടെയായിരുന്നാലും അവിടെ ഒക്കെ എന്നെ എന്തിനാണ് കർത്താവ് അവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്? എസ്തേറിനെ അവിടെ ആക്കി വെച്ചത്, എസ്തേറിന്റെ മേൽ ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. എസ്തേറിനോട് ഉള്ള ദൈവത്തിന്റെ ആത്മാവിന്റെ ആലോചന ഇങ്ങനെ ആയിരുന്നു: ഈ സമയത്ത് നീ സംസാരിച്ചില്ലെങ്കിൽ ഇസ്രായേലിനുള്ള രക്ഷ ഒരിടത്തുനിന്ന് വരുമെന്നാണ്. അപ്പൊ നമ്മൾ ദൈവത്തിന് അവൈലബിൾ അല്ലെങ്കിൽ, നാം ദൈവസന്നിധിയിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ, നമ്മുടെ താലന്തുകൾ വ്യാപാരം ചെയ്യാതെ നാം കുഴിച്ചിട്ട് കഴിഞ്ഞാൽ കർത്താവിന്റെ പ്രവർത്തികളൊന്നും വൈകത്തില്ല. കർത്താവ് ചെയ്യേണ്ട കാര്യങ്ങൾ കർത്താവ് ചെയ്യും. കർത്താവ് അത് എന്ത് ചെയ്യും? വേറൊരാളെ ഏൽപ്പിച്ച് ആ കാര്യം കർത്താവ് നിർവഹിക്കും. എന്നാൽ നാം ദൈവത്തിന്റെ സന്നിധി നിൽക്കുമ്പോൾ നാം ലജിച്ച് തല താഴ്ത്തി നിൽക്കേണ്ടി വരും. അതുകൊണ്ട് ഈ നാളുകളിൽ നമ്മുടെ പ്രാർത്ഥന ഇതായിരിക്കട്ടെ. നമുക്ക് ഇവിടെയല്ല എപ്പോഴും ചിന്തിക്കേണ്ട നിത്യമായ ഒരു 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 അനുഭവം കർത്താവ് നമുക്ക് വെച്ചിരിക്കുന്നു. നമുക്കൊരു സ്വർഗീയമായ അനുഭവം കർത്താവ് വെച്ചിരിക്കുന്നു. യഥാർത്ഥമായി കർത്താവിന്റെ കൂടെ ആയിരിക്കുന്ന ആ ഒരു അനുഭവം നമുക്ക് സ്വപ്നം കാണാം. ഇന്ന് ആന്റി പറഞ്ഞതുപോലെ, സൂസൻ ആന്റി പറഞ്ഞതുപോലെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ. എന്റെ യേശുവിന്റെ കൂടെ ആയിരിക്കുന്ന നാളുകൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം ഞാൻ കിടക്കയിലായിരുന്ന സമയമുണ്ട്, മരണത്തെ നേരിട്ട് കണ്ട അനുഭവങ്ങളുണ്ട്. സോ ഞാൻ എന്റെ ഹൃദയത്തിൽ കണ്ടിട്ടുണ്ട്, ഈ വേദനയൊന്നും ഇല്ലാതെ എന്റെ യേശുവിന്റെ കൂടെ ആയിരിക്കുന്ന ആ സമയം. ഇപ്പൊ എന്റെ വീട്ടിൽ നിന്ന് 2 പേര് പോയപ്പോ ഇടയ്ക്കൊക്കെ ഞാൻ ചിന്തിക്കും, അവർ ആ ഹെവൻലി പ്ലേസിൽ എത്രമാത്രം ഒരു നല്ല അനുഭവത്തിലായിരിക്കും അല്ലെ? നമ്മുടെ പ്രത്യാശ അതാണ്. ഇപ്പം ഈ ന്യൂ ജനറേഷനിലൊക്കെ കർത്താവിന്റെ വരവ് ഉണ്ടാവുമെന്ന് പോലും ഡൗട്ട് ചെയ്യുന്ന കുറെ വാദങ്ങൾ നടക്കുന്നു. മരണത്തിന് ശേഷം അതിനപ്പുറത്തൊരു ജീവിതം ഇല്ലെന്ന് വാദിക്കും. ഇതൊക്കെ ഞാൻ പറയുന്നത് ഔട്ട് ഓഫ് പെന്റക്കോസ്റ്റ് അല്ല പറയുന്നത്. പെന്തിക്കോസുകാരുടെ ഇടയിൽ തന്നെയുള്ള ന്യൂ ജനറേഷൻ ടോപ്പിക്കുകളാണിത്. ഒന്ന് ചിന്തിക്കണം മാതാക്കളെ, നിങ്ങൾ ചിന്തിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഈ വിഷയങ്ങളൊക്കെ കേട്ട് കഴിയുമ്പം അവരുടെ തോട്ട്സിനെ എന്തോരം ചേഞ്ച് ചെയ്യുമെന്ന് അറിയാമോ? അങ്ങനെയുള്ള പല വചനവിരുദ്ധമായൊക്കെ ടീച്ചിങ് വന്നുകൊണ്ടിരിക്കുവാണ്. നാം എത്രമാത്രം പ്രാർത്ഥിക്കണം, നാം എത്രമാത്രം, നമ്മുടെ പ്രത്യാശ അതാണ്. ഇതിനപ്പുറം കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു ജീവിതമുണ്ട്. അവിടെയാണ് നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത്. നമ്മുടെ കർത്താവുമായിട്ടുള്ള നമ്മുടെ വാസമാണ്, നമ്മുടെ നിത്യമായ ജീവിതമാണ്. അവിടെയാണ് നമുക്ക് ഈ ഭൂമിയിൽ ഇതൊരു ക്ഷണീയമായ ജീവിതം. ഇവിടെ നാം എന്താണ് അതിന്റെ ഒരു ചെറിയ ഒരു ഹൈലൈറ്റ് ആണ് നാം ഇവിടെ അനുഭവിക്കുന്നത്. ഭൂമിയിലായിരിക്കുമ്പോൾ കർത്താവിൽ നാം സന്തോഷിക്കുന്നു, കർത്താവിനെ ആരാധിക്കുന്നു. കർത്താവിനെ നമ്മൾ അശ്ചര്യമായി കാണുന്നില്ല, എന്നാൽ നാം ഇനി നേരിട്ട് കാണുവാൻ പോകുകയാണ്. അപ്പൊ നമ്മുടെ മുന്നിൽ ഇനി കുറച്ച് സമയമേ ഉള്ളൂ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, നമുക്ക് ഉണരാം, രാജ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം, സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, മടങ്ങി വരേണ്ടത് ആവശ്യമാണ്. ഈ നാളുകളിൽ നമ്മുടെ തന്നെ കുറവുകളെ ഒക്കെ കർത്താവിന്റെ സന്നിധി ക്രമീകരിച്ചുകൊണ്ട് ആത്മാവിന്റെ ഫലങ്ങളെ നേടാം, പ്രവചനാത്മാവിനെ നേടാം, വെളിപ്പാടുകളെ നേടാം. കർത്താവെ ദർശനങ്ങളെ നൽകണമേ, വെളിപ്പാടുകളെ നൽകണമേ, കർത്താവെ പ്രവചനാത്മാവിനെ നൽകണമേ. അങ്ങനെ കൃപാവരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ സഭ ഉണരേണ്ടത് ആവശ്യമാണ്. നമ്മൾ അന്യോന്യം ഈ ദൈവസഭ പണിതു വരണമെങ്കിൽ, അത് പണിയപ്പെടണമെങ്കിൽ നമ്മുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു ശക്തി അത് വ്യാപരിക്കേണ്ടത് ആവശ്യമാണ്. കുറച്ചു നേരം ഇരുന്ന് നാം അന്യഭാഷയിൽ ആരാധിക്കുമ്പോൾ തന്നെ നമ്മൾ ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് റൂമിലിരുന്ന് ആരാധിക്കണം. നമ്മൾ അടുക്കളയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ
നമ്മുടെ ഡെയിലി കാര്യങ്ങളൊക്കെ നമ്മൾ ഏർപ്പെടുമ്പോൾ നമ്മൾ എത്ര തിരക്കാണെങ്കിലും പാട്ടൊക്കെ പാടണം, അന്യഭാഷയിൽ ആരാധിക്കണം, പ്രാർത്ഥിക്കണം. ഞാൻ എൻ്റെ ഈ ഏകാന്തമായ സമയങ്ങളൊക്കെ ചെലവഴിക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ നമുക്ക് കർത്താവിന്റെ ശബ്ദം കേൾക്കുവാനായിട്ട് ഇടയാ. എനിക്ക് ഈ ഒരു 1 വീക്ക് മുഴുവൻ ഞാൻ കേട്ടത് മുഴുവൻ ഇതാണ്, ഒരു ഉണർവിന് വേണ്ടി. ഉണർവ് നമ്മുടെ ഇടയിലേക്ക്. അപ്പൊ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് ഇന്നത്തെ പ്രാർത്ഥനയിലും ആ പാട്ടിലും ഒക്കെ ഞാൻ കേട്ടത്. അപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ആരാധിക്കുമായിരുന്നു. ഞാനിങ്ങനെ ഓർത്ത്, കർത്താവെ ഇതാണല്ലോ എന്റെ ഉള്ളത്തോടും കർത്താവ് ഇതാണല്ലോ അപകടങ്ങളിലായിരിക്കുന്ന നമ്മളോടൊക്കെ കർത്താവിന്റെ ആത്മാവ് ശക്തിയോടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളെ തന്നെ ഒരുക്കാം, നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവെ, നമ്മുടെ പ്രാർത്ഥന ഇതായിരിക്കട്ടെ. കർത്താവെ, എന്നെ ഉപയോഗിക്കണമേ. കർത്താവിന്റെ കരങ്ങളിൽ പ്രയോജനമുള്ള ഒരു ആയുധമാക്കി എന്നെ ഉപയോഗിക്കണമേ. എന്നെ ഒരുക്കണമേ കർത്താവെ. സുവിശേഷീകരണത്തിന്റെ ഭാഗമാക്കി തീർക്കണമേ. എനിക്ക് കർത്താവ് നൽകിയ താലന്തുകൾ ഉപയോഗിക്കാൻ കർത്താവ് സഹായിക്കണമേ. അപ്പൊ ഞാൻ വായിച്ച ആ വാക്യം ഒന്നും കൂടെ വായിക്കുകയാണ്. ഹിരാവിന്റെ 10-ാം അധ്യായം 1-ാം വാക്യം. പിന്മഴയുടെ കാലത്ത് യഹോവയോട് മഴയ്ക്ക് അപേക്ഷിപ്പി, യഹോവ മിന്നൽ പിണർ ഉണ്ടാക്കുന്നുവല്ലോ. അപ്പോ നമുക്ക് ഈ നാളുകളിൽ പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ ഒരു കാലത്ത്, നമ്മുടെയൊക്കെ കാലത്ത് തന്നെ ഒരുപക്ഷെ കർത്താവിന്റെ വരവ് സംഭവിക്കുമായിരിക്കും. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലൊക്കെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ദേവദാസന്മാരൊക്കെ സംസാരിച്ചു തുടങ്ങി, പ്രസംഗിച്ചു തുടങ്ങി. ഒത്തിരി കാലങ്ങൾക്ക് ശേഷം കർത്താവിന്റെ വരവിനെ കുറിച്ചൊക്കെ എല്ലാവരും പ്രസംഗിച്ചു തുടങ്ങി. ഉള്ളിന്റെ ഉള്ളിൽ ഒരു ചിന്ത ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്, കർത്താവ് വരാറായെന്നുള്ളത്. ഇസ്രായേലിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അത് ഒരു യുദ്ധത്തിലേക്ക് പോയാൽ, ഒരു 3rd വേൾഡ് വാറിലേക്ക് പോയാൽ ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങുകയാണ്. Praise the Lord, praise the Lord. ശബ്ദം കേൾക്കാമോ എന്റെ? Praise the Lord. കേൾക്കാം. Hallelujah. Praise the Lord, praise the Lord. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ, കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. എപ്പോഴും കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ഫസ്റ്റ് ആയിട്ട് ചിന്തിക്കേണ്ടത്, കർത്താവെ, എന്നോട് സംസാരിക്കണമേ. നിന്റെ പദ്ധതികൾ, ഈ കണ്ടിന്യൂസ്ലി നമ്മുടെ പ്ലാനുകൾ കർത്താവിന്റെ മുന്നിൽ അവതരിപ്പിക്കുന്നതിനേക്കാളും കർത്താവിനെ നമുക്ക് കേൾക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് നിങ്ങളോട് എന്താണ് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം. നമ്മളെ ഓരോരുത്തരെയും കർത്താവിന് ആവശ്യമാണ്. കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്ത് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സഭയിലും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ ജോലി സ്ഥലത്തും ഒക്കെ ആക്കി വെച്ചിരിക്കുന്നത് ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ്. ഒരു വ്യക്തിയെ രക്ഷയിലേക്ക് നയിക്കാനായിട്ട് സാധിക്കുന്നുവെങ്കിൽ, ഒരു വ്യക്തി പിന്മാറിപ്പോയ ഒരു വ്യക്തിയെ മടക്കിക്കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നെങ്കിൽ, കർത്താവിന്റെ കരങ്ങളിൽ ഒരു ആയുധമാക്കി എന്നെ തീർക്കണമേ. അതിനായി പ്രാർത്ഥിക്കാം. കാരണം ഒരു തലമുറ കർത്താവിന് വേണ്ടി നിന്നു. അവരൊക്കെ ഇന്ന് പലരും വിശ്രമത്തിലേക്കായി. ഇനി ഒരു ജനറേഷൻ ഇപ്പൊ നിൽക്കുന്നു. അവരും പ്രാർത്ഥിച്ചും ആരാധിച്ചും ഒക്കെ കർത്താവിന് വേണ്ടി നിന്നുകൊണ്ടിരിക്കുകയാണ്. അവർ അടുത്ത ജനറേഷനിലേക്ക് ഇത് പകരപ്പെടേണ്ട ആവശ്യമാണ്. അതിനുവേണ്ടി നാം ശക്തമായി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ഇന്ത്യയുടെ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ത്യയുടെ സുവിശേഷീകരണത്തിന് പ്രാർത്ഥിക്കാം. എനിക്കത് മാത്രമേ പറയാനായിട്ടുള്ളൂ. ഇന്ന് രാത്രി കാലം ഞാൻ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. കർത്താവിനെ നമുക്ക് സാക്ഷിക്കാം. കർത്താവിന്റെ ക്രൂശിനെ നമുക്ക് ഉയർത്താം. എവിടെയായിരുന്നാലും ക്രൂശിക്കപ്പെട്ട കർത്താവിനെ നമുക്ക് ഉയർത്താം. ലോകത്തോട് നമുക്ക് വിളിച്ചു പറയാം, നമുക്ക് മുന്നിൽ ഇനി കുറച്ചു സമയമേ ഉള്ളൂ. കർത്താവ് വേഗം വരാറായി. കർത്താവ് നമ്മെ ചേർപ്പാനായിട്ട് വേഗം വരാറായി. അതിനായി നമുക്ക് ഒരുങ്ങാം. നമ്മുടെ ജീവിതത്തെ ഒരുക്കാം. നമ്മുടെ തലമുറയെ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കാം. മാറാനാഥ. God bless you all. Thank you. Praise the Lord. Praise